എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ക്രെഡിറ്റ് കാർഡുകളെ കുറിച്ചിട്ട് ഇതുവരെ നമ്മൾ കുറേയധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. വലിയ സ്വീകാര്യതയാണ് അത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്ന സമയത്ത്. ക്രെഡിറ്റ് കാർഡുകൾ അത്രയധികം ജനകീയമായി മാറി ആളുകൾ അത് വൈഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവായി ഞാൻ അതിനെ കൺസിഡർ ചെയ്യുന്നു. ക്രെഡിറ്റ് കാർഡുകളിൽ നിന്ന് പല ആളുകളെയും ഒരു കാലം വരെയൊക്കെ അകറ്റിയിരുന്നത് അതിൻ്റെ ആ ഒരു ബില്ലും അതിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റും ഒക്കെയാണ്. പണം മുടക്കി കഴിഞ്ഞാൽ, നമ്മൾ പണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബില്ല് അടയ്ക്കേണ്ടി വരും. എന്നാൽ ഇൻട്രസ്റ്റ് വരുന്നത് നിങ്ങൾ പണം അടയ്ക്കാതിരിക്കുന്ന സാഹചര്യങ്ങളിലാണ്. ആ ഒരു ടൈം ഫ്രെയിമിൽ നിങ്ങൾ പണം അടച്ചില്ല എന്നുണ്ടെങ്കിലാണ് ഇൻട്രസ്റ്റ് വരുന്നത്. ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് ഫിനാൻഷ്യൽ ലിറ്ററസി ഒക്കെ ഉള്ളതുകൊണ്ട് അത്തരത്തിലുള്ള ട്രാപ്പുകളിലേക്ക് വീഴാറില്ല. ഇനി അങ്ങനെ ഏതെങ്കിലും ഒരു എമർജൻസി ഘട്ടത്തിൽ ഭീമമായിട്ടുള്ള ഒരു ബില്ല് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ മാനേജ് ചെയ്യാം, അതിനെ കൃത്യമായിട്ട് എങ്ങനെ അടച്ച് വീട്ടാം എന്നുള്ളതിനെ കുറിച്ചിട്ടും ഓൾറെഡി വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ പറഞ്ഞ ഒരു കാര്യമാണ് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി UPI വഴി പണം അയക്കുന്ന പുതിയ സംവിധാനം. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡുകളിലൊക്കെ റുപേ കാർഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതുകൂടാതെ നമ്മുടെ റെന്റ് പേയ്മെന്റ്, എഡ്യൂക്കേഷൻ ഫീ പേയ്മെന്റ് പോലുള്ള വലിയ തുകകൾ നമുക്ക് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് അയക്കാം. അങ്ങനെയൊക്കെ അയക്കുന്നത് വഴി മറ്റൊരു സാധ്യതയും കൂടെ ഉണ്ട്. നിങ്ങളുടെ ഭീമമായിട്ടുള്ള ഒരു ബില്ല് നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെന്റ് പോലുള്ള ആവശ്യങ്ങളുടെ പണം ക്രെഡിറ്റ് കാർഡിലേക്ക് അടച്ചിട്ട് അത് റെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അല്ലെങ്കിൽ സിബ്ലിങ്സിന്റെയോ മക്കളുടെയോ അല്ലെങ്കിൽ സ്പൗസിന്റെയോ ഒക്കെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള പണം, നിങ്ങൾ മാറ്റി വെച്ചിരിക്കുന്ന പണം ക്രെഡിറ്റ് കാർഡിലേക്ക് അയച്ചിട്ട് ക്രെഡിറ്റ് കാർഡ് വഴി എഡ്യൂക്കേഷൻ ഫീ പേയ്മെന്റുകൾ നടത്താം. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ബില്ല് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അക്കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, എങ്ങനെയാണ് ചെലവ് കുറഞ്ഞ രീതിയിൽ ഭീമമായിട്ടുള്ള ട്രാൻസാക്ഷൻ ചാർജസ് ഇല്ലാതെ ക്രെഡിറ്റ് കാർഡിൽ നിന്നിട്ട് റെന്റ് പേയ്മെന്റും എഡ്യൂക്കേഷൻ ഫീ പേയ്മെന്റും ഒക്കെ നടത്തുക? അപ്പോൾ അതിന് പറ്റിയ ഒരു പ്ലാറ്റ്ഫോമിനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. സ്ലോ മോഡിലാണ് എന്നുണ്ടെങ്കിൽ വെറും 1% മാത്രം ട്രാൻസാക്ഷൻ ചാർജിൽ നിങ്ങൾക്ക് റെന്റ് പേയ്മെന്റും എഡ്യൂക്കേഷൻ ഫീ പേയ്മെന്റും ഒക്കെ നടത്താം. ഈസ് മൈ ഡീൽ ആപ്പിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ആപ്പ് ആദ്യമായി ഇന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് JBI TV 100 കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ 1% ട്രാൻസാക്ഷൻ ചാർജും നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ്. അതായത് 10,000 രൂപയാണ് നിങ്ങൾ ക്രെഡിറ്റ് കാർഡിൽ നിന്നിട്ട് റെന്റ് പേയ്മെന്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അധികമാകുന്ന 100 രൂപ JBI TV 100 എന്ന കൂപ്പൺ കോഡ് വഴി തിരികെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം യൂസേഴ്സിന് ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റിൽ യൂസ് ചെയ്യാമെന്ന് സാരം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ആപ്പ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് പണം ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നോക്കാം. പ്ലേ സ്റ്റോറിൽ നിന്ന് 1 മില്യണിലധികം ആളുകൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച ഈ ഒരു ആപ്പ് ആപ്പ് സ്റ്റോറിൽ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആപ്പ് സ്റ്റോർ ഓപ്പൺ ചെയ്യുക, ഈസ് മൈ ഡീൽ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ വരുന്ന ഈസ് മൈ ഡീലിൻ്റെ ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് അവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ആപ്പ് ഓപ്പൺ ചെയ്യുക, ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യുക, നിങ്ങളുടെ ഫോൺ നമ്പർ, ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന KYC ഒക്കെ ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുക. OTP വരും, ആ ഒരു OTP എൻ്റർ ചെയ്യുക. OTP എൻ്റർ ചെയ്ത് വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇമെയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇമെയിലിൽ ഒരു OTP വരും, ആ ഒരു OTPയും നമുക്ക് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. ഇതിനുശേഷം ഒരു സെക്യൂരിറ്റി പിൻ ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ആപ്പിലൊക്കെ സാധാരണ ക്രിയേറ്റ് ചെയ്യാറുള്ളതാണ്. പിൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആകും. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റിന് 50 ക്യാഷ് ബാക്ക് ഉണ്ട് എന്നുള്ള ഒരു ബാനർ ആഡാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഈ ഒരു ആപ്പ് വഴി നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് നടത്താം. എഡ്യൂക്കേഷൻ ഫീ പേയ്മെൻറ്റ്, മൊബൈൽ റീചാർജ്, ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ്, ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലിങ്കുകൾ, അതേപോലെ VIP മെമ്പർഷിപ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്, ഫ്ലൈറ്റ് ബുക്കിംഗ് അവൈലബിൾ ആണ്, ഫാസ്ടാഗ് റീചാർജ്, മൊബൈൽ റീചാർജ്, DTH റീചാർജ്, മൊബൈൽ പോസ്റ്റ് പെയ്ഡ് ബിൽ പേയ്മെൻറ്റ്, അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ആപ്പിൽ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ നിങ്ങൾ റെൻറ്റ് പേയ്മെൻ്റ് ആണ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആർക്കാണോ റെൻറ്റ് അയക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബാങ്കിങ് ഡീറ്റെയിൽസ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ റെൻറ്റ് എഗ്രിമെൻറ്റിൻ്റെ സ്കാൻഡ് കോപ്പി അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാത്രമാണ് നിങ്ങൾക്ക് റെൻറ്റ് പേയ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ട്രാൻസാക്ഷൻസ് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ KYC കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. മിനി KYC, അതായത് പാൻ കാർഡും നമ്മുടെ ഫോൺ നമ്പറും ഫുൾ നെയിമും വെച്ചിട്ട് മിനി KYC നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. എന്നാൽ വലിയ ട്രാൻസാക്ഷൻസ് നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ KYC തന്നെ ചെയ്യേണ്ടി വരും. ഫുൾ KYC ചെയ്യാനായിട്ട് നിങ്ങളുടെ ആധാർ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ ഉപയോഗിക്കേണ്ടി വരും, ആധാർ കാർഡ് കൊടുക്കേണ്ടി വരും. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് OTP വഴി ആ ഒരു KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആപ്പിൽ നമ്മുടെ പ്രൊഫൈൽ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ലിങ്ക് വരും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിജി ലോക്കർ വെച്ചിട്ട് സൈൻ ചെയ്യാം. ഡിജി ലോക്കർ വഴിയാണ് നമ്മൾ ആധാർ കാർഡൊക്കെ പലപ്പോഴും വെരിഫൈ ചെയ്യുന്നത്. അവിടെ നിങ്ങളുടെ ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആധാർ നമ്പർ എൻ്റർ ചെയ്യാനായിട്ടുള്ള ഒരു സ്ക്രീൻ വരും. അവിടെ നിങ്ങളുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഡിജി ലോക്കറിൽ നമ്മൾ ഓൾറെഡി ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റി പിൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു 6 ഡിജിറ്റ് സെക്യൂരിറ്റി പിൻ ആണ്. അത് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ആധാർ കാർഡ്, അതേപോലെ തന്നെ പാൻ കാർഡ് എന്നിവ
നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ KYC വെരിഫൈഡ് ആവുന്നതാണ്. ഫുൾ KYC കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്പിലെ സേവനങ്ങൾ തടസ്സം കൂടാതെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഞാൻ അവിടെ എഡ്യൂക്കേഷൻ ഫീ പേയ്മെന്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. ടു ബാങ്ക് അക്കൗണ്ട് 1% ഉള്ളി 1% മാത്രം ട്രാൻസാക്ഷൻ ചാർജിൽ നമുക്ക് 75,000 വരെ ഇവിടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. UPI ID ട്രാൻസാക്ഷൻ നിലവിൽ ലോക്കാണ്. അപ്പോൾ നമ്മൾ അവിടെ ബെനിഫിഷ്യറി ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കുക. നമ്മുടെ അല്ല, ആർക്കാണോ നമ്മൾ പണം അയക്കുന്നത് അവരുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി എത്ര എമൗണ്ട് ആണ് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്നത് എന്നുള്ളത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ 10,000 രൂപയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിനുശേഷം അപ്ലൈ കൂപ്പൺ എന്നുള്ള എടുത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ JBI TV 100 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്. എന്നാൽ എനിക്ക് ഇപ്പോൾ ഒരു ഓപ്ഷൻ മാത്രമേ ആക്ടിവേറ്റഡ് ആയിട്ടുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് നോക്കാം. ക്വിക്ക് ട്രാൻസ്ഫർ 3 മണിക്കൂറിനുള്ളിൽ പണം ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ആദ്യത്തെ ഒരു ട്രാൻസാക്ഷന് ശേഷം മാത്രമേ നമുക്ക് ആ ഒരു ഓപ്ഷൻ ആക്ടിവേറ്റ് ആയി കിട്ടത്തുള്ളൂ. ലേസി ട്രാൻസ്ഫർ ഉണ്ട്. 1.2% ട്രാൻസാക്ഷൻ ചാർജിൽ നെക്സ്റ്റ് ബിസിനസ് ഡേയിൽ ട്രാൻസാക്ഷൻ സാധ്യമാവുന്ന ഒരു ഓപ്ഷൻ. ഇന്ന് നമ്മൾ പണം അയച്ചാൽ നാളെ ഒരു ബിസിനസ് ഡേക്ക് ഉള്ളിൽ പണം അക്കൗണ്ടിലെത്തും. സ്ലോ ട്രാൻസ്ഫർ ഉണ്ട്. നമുക്ക് ആദ്യഘട്ടത്തിൽ ഈ ഒരു ഓപ്ഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 2 ബിസിനസ് ഡേ ആണ് ഇതിന് എടുക്കുക. അപ്പോൾ അതിൽ കറക്റ്റ് ടൈമൊക്കെ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് അവർ കാണിക്കും. ഇനിയിപ്പോൾ പണം ലഭിക്കാൻ ഉള്ള ഡിലേ വല്ലതും ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് കസ്റ്റമർ സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ ഈ 1% ട്രാൻസാക്ഷൻ ചാർജിൽ നമ്മൾക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സ്ലോ ട്രാൻസ്ഫർ ഓപ്ഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നീട് സാധാരണ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ പോലെ OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ട്രാൻസാക്ഷൻ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ നടന്നതിന് ശേഷം ഏതൊരു സമയത്ത് അക്കൗണ്ടിൽ പണം എത്തും എന്നുള്ളതിനെ കുറിച്ചിട്ടും അതിൻ്റെ ആ ഒരു ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടും ഒക്കെ ഒരു സ്ക്രീൻ ലഭ്യമാവുന്നതാണ്. സെറ്റിൽമെൻറ്റ് ടൈം 25 ഓഗസ്റ്റ് 2025 8:59 AM. അതിൽ കൺവീനിയൻസ് ഫീ ആയിട്ട് 118 രൂപ ചാർജ് ചെയ്തിട്ടുണ്ട്. അതിൽ GST കഴിച്ചിട്ടുള്ള 100 രൂപ നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുന്നത് വഴി ലഭിക്കും. ഈ ക്യാഷ് ബാക്ക് എമൗണ്ട് ട്രാൻസാക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം സ്ക്രാച്ച് കാർഡിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വളരെ സെക്യൂർഡ് ആയിട്ടുള്ള PCI DSS സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പേയ്മെന്റ് സിസ്റ്റമാണ് നമുക്ക് ഈ ഒരു ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ RBI സ്റ്റാൻഡേർഡ്സിനനുസരിച്ചിട്ട് SIR ഓഡിറ്റിന് വിധേയമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈസ് മൈ ഡീലിന്റെ ഈ ഒരു പ്ലാറ്റ്ഫോം. ഈ ഒരു ആപ്പ് CICRA സർട്ടിഫിക്കേഷനുള്ള ട്രസ്റ്റ് ആൻഡ് സേഫ്റ്റി എൻഷുർ ചെയ്യുന്ന ഒരു ആപ്പാണ്. അതേപോലെ ഈ ഒരു കമ്പനി മെമ്പർ ഓഫ് പേയ്മെന്റ് കൗൺസിൽ ഓഫ് ഇന്ത്യ ആൻഡ് ഫിൻടെക് കൺവേർഷൻ കൗൺസിൽ. ക്രെഡിറ്റ് കാർഡിൽ നിന്ന് റെന്റ് പേയ്മെന്റ്, എഡ്യൂക്കേഷൻ ഫീ പേയ്മെന്റ് ഒക്കെ നടത്തുന്ന ആളുകൾക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ലഭിക്കുന്നതാണ്. പിന്നീട് നിങ്ങൾക്ക് ചെറിയൊരു ട്രാൻസാക്ഷൻ എമൗണ്ട് ഈടാക്കുന്നതാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള ആപ്പുകളുടെയൊക്കെ ഒരു പൊതു സ്വഭാവം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു ആപ്പുകളെ കുറിച്ചിട്ട് മനസ്സിലാക്കി വളരെ കാര്യക്ഷമമായിട്ട് ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. നന്ദി.